എന്തെങ്കിലുമൊക്കെ റീസൺസ് കാരണം വർക്കൗട്ടിൽ നിന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് ഒരു റീസ്റ്റാർട്ടിംഗ് ഫേസിലാണ്. ഇവിടെ നിന്നാണ് അവസാനിപ്പിച്ചത്, അവിടെ നിന്ന് തന്നെ തുടങ്ങും എന്നുള്ള മൈൻഡ് സെറ്റ് വളരെ നല്ലതാണ്. ഇവിടെ നമുക്കത് പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് സ്ലോ ആൻഡ് ലൈറ്റ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ട്രെയിൻ ചെയ്യാൻ പോകുന്ന മസിൽസിനെയും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ജോയിന്റ്സിനെയും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാമപ്പ് ചെയ്യണം. മിനിമം 5 to 10 minutes എങ്കിലും നിങ്ങൾ വാമപ്പ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കോമ്പൗണ്ട് മൂവ്മെന്റ്സിലാണ്. അതായത് നമ്മുടെ സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ് ഇതുപോലുള്ള മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഓഫ് മസിൽസ് എൻഗേജ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് മൂവ്മെന്റ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനും ഇത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ന്യൂട്രീഷൻ സൈഡാണ്. തന്നെ നിങ്ങൾ ഡയറ്റ് പ്ലാൻ വെച്ച് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാ മീൽസിലും പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ് ബാലൻസ്ഡ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം ചെയ്തതിന് ശേഷവും